റിപ്പോർട്ടർ ടി വിയുടെ ഇപ്പോൾ പുതിയ സർവേ പുറത്തു വന്നിട്ട് നമ്മൾ കാസർഗോഡും കൊല്ലവുമാണ് ആദ്യം പുറത്തു വിട്ടുള്ളത്. അപ്പോൾ കൊല്ലത്ത് ഒരു ശുഭകരമായ വാർത്തയാണ്. എനിക്ക് പ്രേമേന്ദ്രൻ തന്നെ വീണ്ടും എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഘട്ടത്തിൽ വരുന്നൊരു സർവേ കൂടിയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് റിപ്പോർട്ടർ ടി വി അല്ലെങ്കിൽ ഇത് സർവേ സംഘടിപ്പിച്ച അവരാണ് ഇതിനെ സംബന്ധിച്ച് വിശദമായി വ്യക്തമാക്കേണ്ടത്. കാരണം ഇതൊരു സാമ്പിൾ സർവേ മാത്രമാണ്. എന്നാലും പൊതുജന വികാരത്തിൻ്റെ കേവലമായ പ്രതികരണമായിരിക്കാം തീർച്ചയായിട്ടും. പക്ഷേ എന്നാൽ പോലും തെരഞ്ഞെടുപ്പിനെയും 1-2 മാസങ്ങളുണ്ട്. രാഷ്ട്രീയ സംഭവവികാസങ്ങളിലൊക്കെ മാറ്റങ്ങളുണ്ടാകാം. അതുപോലെ എല്ലാ സാമ്പിൾ സർവേയും 100% ശരിയാകണമെന്നില്ല. പക്ഷേ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ശരിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷവും 17ാം ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും നിയോജക മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും വ്യക്തിഗതമായിട്ടുള്ള ഒറ്റപ്പെട്ട പ്രശ്നങ്ങളിലുമൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജാതി മത സാമുദായിക ഭേദമന്യേ, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങൾ, പൊതുവിഷയങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ ആക്ട് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ വികസനോന്മുഖ വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾ, പ്രത്യേകിച്ചും നാഷണൽ ഹൈവേ, റെയിൽവേ തുടങ്ങിയിട്ടുള്ള വികസന പദ്ധതികളുടെ ഫണ്ട് ഏറ്റവും കൂടുതൽ ലഭ്യമാക്കിയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കൊല്ലം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി. പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റവും കൂടുതൽ റോഡുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുള്ളതും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. അതുപോലെ പ്രാദേശിക വികസന ഫണ്ട്, എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിൽ എക്കാലവും കൊല്ലം ലോക്സഭാ മണ്ഡലം 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ വികസനോന്മുഖ വിഷയങ്ങളിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം, ജനങ്ങളുടെ പ്രശ്നങ്ങളിലുള്ള സജീവമായിട്ടുള്ള ഇടപെടൽ, സാന്നിധ്യം, സമ്പൂർണ്ണമായിട്ടുള്ള സാന്നിധ്യം, അങ്ങനെ നിയോജക മണ്ഡലം പരിരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത 24/7 എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 2, ഒരു പാർലമെൻ്റ് അംഗത്തെ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ വിലയിരുത്തേണ്ടത് പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല പാർലമെൻ്ററി രംഗത്ത്, പ്രത്യേകിച്ചും പാർലമെൻറ്റിൽ ഇടപെടുക എന്നുള്ളതാണ്. അതിൽ നിയമനിർമ്മാണ രംഗത്തും ഗവൺമെൻറ്റിനെ സ്ക്രൂട്ടണി ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ നിർവഹിക്കേണ്ടുന്ന ചുമതലകൾ ഒരു വീഴ്ചയും കൂടാതെ പാർലമെൻറ്റിൽ ഈ 5 വർഷവും 543 അംഗ ലോക്സഭാംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളിലും ഡിബേറ്റുകളിലുമൊക്കെ പങ്കെടുത്തു എന്ന് ഗവൺമെൻറ്റിൻ്റെ തന്നെ, പാർലമെൻറ്റിൻ്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഈ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ, രാജ്യത്തിൻ്റെ പൊതുവിഷയങ്ങൾ, ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനും പലതിലും ഗുണപരമായ മാറ്റവും ഗുണപരമായ പ്രതികരണവും ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും പാർലമെൻ്ററി ഇടപെടലുകൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ പാർലമെൻ്ററി രംഗത്തെ പ്രവർത്തനം, നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനം എല്ലാം കാര്യമായ പരാതിക്ക് ഇട നൽകാത്ത നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ സാമ്പിൾ സർവേയിൽ പറഞ്ഞിട്ടുള്ള അസസ്മെൻറ്റ് ഏറെക്കുറെ ശരിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പാണ്. ഒരിക്കലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കുറച്ച് കാണാൻ പാടില്ല. ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. സ്ഥിതിഗതികൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനം നന്നായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഫാക്ടർ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒരു നെഗറ്റീവ് ഫാക്ടർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയും. പിന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ജയാപജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണം പ്രവർത്തനത്തോടൊപ്പം.